ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ക്രമീകരണങ്ങളാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ചോദിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ഇത്തവണ ഈ പൊങ്കാലയുടെ ഭാഗമായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമുക്തി ബോധവൽക്കരണ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും മറ്റും കണക്കിലെടുത്ത് വിമുക്തിയുടെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എനിക്ക് തോന്നി ഇത് വന്നതിന് ശേഷം ഇപ്പോൾ കുറേയേറെ ലഹരി കേസുകൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ആറ്റുകാൽ പരിസരം ലഹരി മുക്തമാക്കാൻ വേണ്ടി ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനകൾ എത്രത്തോളം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരിശോധന തുടങ്ങിയത്? പരിശോധനകൾ നമ്മൾ ഇപ്പോൾ ഈ കൺട്രോൾ റൂം ആരംഭിച്ചത് മുതലാണ് ക്ഷേത്ര പരിസരങ്ങളിലും ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നത്. പരിശോധന എന്ന് പറയുന്നത് നമ്മൾ കച്ചവട സ്ഥാപനങ്ങൾ, ഇപ്പോൾ നമുക്ക് കാണുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് കുറച്ച് കച്ചവടക്കാർ വന്നിട്ട് അവർ ഉൾപ്പെടെ കച്ചവട സ്ഥാപനങ്ങൾ കർശനമായി പരിശോധിക്കുന്നു. കൂടാതെ മത്തിയിൽ നോക്കാളുണ്ട്. ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ സ്ട്രൈക്കിംഗ് ഫോഴ്സും മറ്റു പാർട്ടികൾ പട്രോളിംഗ് നടത്തുന്നു. ഈ പൊങ്കാല ദിവസം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ പ്രധാന? പൊങ്കാല ദിവസം കൂടുതൽ വനിതാ ജീവനക്കാരെയും മറ്റ് മത്തിയിലും മറ്റ് ഭാഗങ്ങളിലും ആൾക്കാരെ നിയോഗിച്ച് കൂടുതൽ പരിശോധനയും അതോടൊപ്പം തന്നെ ഭക്തരെ സഹായിക്കുക എന്നുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ അവരവരുടെ കടമകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഭക്തരെ സഹായിക്കുക എന്നുള്ളതും നമ്മളൊരു കടമയായിട്ടാണ് കാണുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? വളരെ സന്തോഷം. നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷം ഭക്തി നിർഭരമാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് സേവനങ്ങളും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്തർക്ക് വേണ്ടിയിട്ട്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സുരക്ഷ കുറച്ച് കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനയെല്ലാം ഇവിടെ കറക്റ്റ് അല്ലേ നടക്കുന്നത്? അതെ, പരിശോധന നടത്തുന്നുണ്ട്. പട്രോളിംഗ് പാർട്ടിയോടൊപ്പം രാത്രികാലങ്ങളിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ, ഒരുപാട് ഷോപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. തീയതി ഉണ്ടായിരുന്നു, ഒന്നാമത്തെ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെയല്ല, ഇപ്പോൾ തിരക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഒത്തിരി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രോഗികളായിട്ട് വരുന്നവരെയും ഒക്കെ ഞങ്ങൾ ഇത് കടത്തിവിടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാലും സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ.